കാസർഗോഡ് നിന്ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് സാഗ യാത്ര നമ്മൾ കോട്ടയം ജില്ലയിലാണ്. കോട്ടയത്ത് കെ ഇ കോളേജ് ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ. മാന്നാനത്താണുള്ളത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുപക്ഷെ മധ്യ കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ക്രിക്കറ്റിന്റെ ഒരു ഈറ്റില്ലമാണ് ഇവിടെ. ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ കുട്ടികൾക്ക് കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട്. അതെ, അതായത് അവർക്ക് വേണ്ട എല്ലാം, അതായത് ഇപ്പൊ ജിം, അതേപോലെ തന്നെ ഇൻഡോർ, അതേപോലെ തന്നെ അങ്ങനെ കുറെ ഫെസിലിറ്റീസ് ഇവിടെ നമ്മൾ കണ്ടു. 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ചേർന്ന് മികച്ച രീതിയിലുള്ള ഗ്രൗണ്ട്. അതിൽ CMS കോളേജിൽ ഒരു വമ്പൻ സ്റ്റേഡിയം വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്ന മാന്നാനത്തെ ഗ്രൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? എന്താണ്? സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് Under 13 ആണെന്ന്. Under 13 200 റൺസ് നേടിയ ഗ്രൗണ്ടാണ്. അവർക്കൊക്കെ വലിയ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് മുഹമ്മദ് അസറുദ്ദീനെ പോലെയും സിജോമോൻ ജോസഫ് താരങ്ങളൊക്കെ പിറവി കൊണ്ട. അപ്പോ എന്താണ് കോട്ടയത്തെ ക്രിക്കറ്റ് ആവേശം? നമുക്ക് നോക്കാം. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സമ്മർ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പാണ് കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനായിട്ട് സമ്മർ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പ് ജില്ലയിലെ 11 സെൻറ്ററുകളിൽ ഈ പ്രാവശ്യം നടത്തുകയുണ്ടായി. അതിൽ നിന്ന് ഏകദേശം 240 കുട്ടികളോളം പങ്കെടുത്തു. അതിൽ നിന്നും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് ജില്ലയിലെ ഡേ സ്കോളർ അക്കാഡമിയിലേക്ക് എത്തിക്കുകയാണ്. അവിടെ അതിന് വേണ്ട പരിശീലനം കൊടുക്കുന്നു. അതായത് കോട്ടയത്ത് 4 ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് 4 കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സഹകരണത്തോടു കൂടി CMS കോളേജ് ഗ്രൗണ്ട് കോട്ടയം, ചങ്ങനാശ്ശേരി SB കോളേജ് ഗ്രൗണ്ട്, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജ് ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് സെൻറ്റർ ഫ്രം സ്കൂൾ ഗ്രൗണ്ട് മാന്നാനം, ഇത് CMIയുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെയാണ് കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഡേ സ്കോളർ ക്രിക്കറ്റ് അക്കാഡമി പ്രവർത്തിക്കുന്നത്. അതിൽ നിന്നും കഴിവ് കാണിക്കുന്ന കുട്ടികളെ ജില്ലാ ടീമിലേക്ക് എത്തിക്കുന്നു. വളരെ നല്ല പിന്തുണയാണ് രക്ഷകർത്താക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ കേരള ക്രിക്കറ്റ് ലീഗ് വന്നതോടുകൂടി വന്നൊരു മാറ്റമാണ് ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഒരു നല്ല പ്രതീക്ഷയാണ്. ക്രിക്കറ്റിലേക്ക് മുകളിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന, അവർക്കെല്ലാം ഒരു പ്രതീക്ഷയാണ്. KCLനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അടുത്ത കാലങ്ങളിൽ ആയിട്ട് ആരംഭിച്ച കേരള ക്രിക്കറ്റ് ലീഗ് ഒരുപാട് പുതിയ പ്ലെയേഴ്സിന് ഒരു പുതിയ വിൻഡോ തുറന്നു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ടാലൻറ്റ് അവർക്ക് പ്രകടനത്തിലും അതുപോലെ തന്നെ IPL പോലെയുള്ള അടുത്ത ലെവലിലേക്ക് അവർക്ക് സാധ്യതകൾ തെളിഞ്ഞു കൊടുക്കുന്ന ഒരു സംരംഭമാണ് കേരള ക്രിക്കറ്റ് ലീഗ്. കോട്ടയത്തെ ക്രിക്കറ്റ് എങ്ങനെയുണ്ട്? ക്രിക്കറ്റിന്റെ പിള്ളേർ എങ്ങനെയുണ്ട്? നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ, കളിക്കാൻ തോന്നുന്നു. അതുപോലെ തന്നെ പിള്ളേരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ആവേശത്തിലാണ്. അതുപോലെ അധികൃതരും അവരും വലിയ ആവേശത്തിലാണ്. KCL അവരുടെ 3 പ്ലേയേഴ്സോ കോട്ടയത്ത് 3 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അതും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ കോട്ടയം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു കേരള ക്രിക്കറ്റിന്റെ ഒരു വലിയൊരു സ്ഥലമാണ്. കാര്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ ഫെസിലിറ്റീസ്, അവിടെ ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെ എല്ലാം നമ്മൾ കണ്ടു. ചിട്ടയായ പരിശീലനം, ചിട്ടയായ അഡ്മിനിസ്ട്രേഷൻ, അതാണ് കോട്ടയത്തിന്റെ കരുത്ത്. നമ്മള് മറ്റൊരിടത്ത് കാണാം.